എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലീഡർ, അപെക്സ്, ബസൂക്ക എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ലീഡർ എന്ന സിനിമയെ പറ്റിയാണ്. ലതൻ ശരവണനാണ് ഈ ഒരു സിനിമയിലെ നായകനായി വരുന്നത്. പയൽ രാജപുത്തയാണ് നായികയായി വരുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ റിലീസ് ആവാൻ പോവുകയാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഏപ്രിൽ 3 റിലീസ് ആവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് അപെക്സ് എന്ന ഒരു ആക്ഷൻ സർവൈവൽ ത്രില്ലർ സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത് ചാർലീസ് താരോൺ എന്നിവരാണ്. സിനിമയുടെ കഥ ഓസ്ട്രേലിയൻ കാട്ടിൽ നടക്കുന്നതാണ്. ഈ ഒരു കഥയിൽ ചാർലീസ് തിരോൺ അഭിനയിക്കുന്ന ഒരു ഷാഷ എന്ന സ്ത്രീ തന്റെ ജീവിതത്തിൽ വിഷമങ്ങൾ മറയ്ക്കാൻ ഒറ്റയ്ക്ക് ഒരു സാഹസിക യാത്ര പോകുന്നതാണ് പറയുന്നത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 24 ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ദി രാജാ സാബ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഹൊറർ കോമഡി സിനിമയാണ്. ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത് പ്രഭാസ് ആണ്. കൂടാതെ മാളവിക മോഹൻ, നിധി അഗ്രവാൾ എന്നിവരും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കഥയിൽ ഒരു യുവാവ് തന്റെ പൂർവികരുടെ വലിയൊരു വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു ഭയപ്പെടുത്തുന്ന രഹസ്യം ഉണ്ടാവുന്നു. ഇതാണ് കഥ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഏപ്രിൽ 4 തന്നെ OTT റിലീസ് ചെയ്യും. ഈ ഒരു സിനിമ സയൻസ് ഫിക്ഷൻ പ്രൊജക്ട്സ് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കഥയാണ്. അവന്റെ ഭാര്യ ജീവിതത്തിലെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നേരിടുന്നു. ഈ ഒരു സിനിമയിൽ നയൻതാര, M. മാധവൻ, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സിത്താരെ സമീൻ പർ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ അമീർ ഖാനാണ് നായകനായി എത്തിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞു പോകുന്നത് സ്പെഷ്യൽ കുട്ടികൾക്ക് ഒരു ടീമിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അമീർ ഖാൻ എത്തുന്നു. ഈ ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് സോണി ലീവാണ്. സോണി ലീവില് ഏപ്രിൽ 3 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാകും. അടുത്തൊരു അപ്ഡേറ്റ് ശബ്ദം എന്ന സിനിമയെ പറ്റിയാണ്. ഒരു അസാധാരണമായ ഒരു ശബ്ദം ഒരു സ്ഥലത്ത് അവർ കേൾക്കുന്നു. ആളുകൾക്ക് ഭയം തോന്നുകയും ചില സ്ട്രേഞ്ച് സംഭവങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നു. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT ഏപ്രിൽ അവസാന വാരം തന്നെ ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വന്തു 2 എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ക്രൈം ത്രില്ലർ ഇമോഷണൽ ത്രില്ലർ സിനിമയാണ്. ഒരു ജയിലില് മഞ്ജു എന്ന ഒരു സ്ത്രീ കൊലപാതക കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. ഈ ഒരു സ്ത്രീ ജയിൽ ഗാർഡ് ആയ സമ്പത്ത് എന്ന ഒരാളുമായി ബന്ധത്തിലാവുന്നു. ഈ ഒരു കഥയെ പറ്റിയാണ് മുമ്പോട്ട് പോകുന്നത്. ഇതൊരു ഇമോഷണൽ ബോണ്ട് സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 3 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് അവതാർ ഫയർ ആൻഡ് അഷ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് Disney+ ഹോട്ട്സ്റ്റാർ ആണ്. മാർച്ച് 31 അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് വിഷ്ണു വിനയസം എന്ന സിനിമയെ പറ്റിയാണ്. ഒരു യുവാവിന്റെ ജീവിതം ജാതകമനുസരിച്ച് പോകുന്ന ഒരു കഥയെ പറ്റിയാണ് പറയുന്നത്. അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, പ്രണയബന്ധത്തിൽ വരുന്ന ട്വിസ്റ്റുകൾ എന്നിവയൊക്കെ പറയുന്നു. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഈ ഒരു സിനിമ ഏപ്രിൽ അവസാന വാരം തന്നെ ഉണ്ടാകുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. മലയാള സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടി നായകനായി എത്തിയ സിനിമയാണ് ബസൂക്ക. എന്നിട്ട് പോലും ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. ദിലീപ് നായകനായി എത്തിയ സിനിമയാണ് തങ്കമണി. ദിലീപ്, ഷൈം ടോം ചാക്കോ, സുദേവ് നായർ, സിദ്ദിഖ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു സിനിമ 1980കളിൽ കേരളത്തിലെ ഒരു ഇടുക്കി ജില്ലയിൽ തങ്കമണി എന്നൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് സൈന പ്ലേ ആണ്. വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. വിലായത്ത് ബുദ്ധയിൽ അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് അടുത്ത് തന്നെ ഉണ്ടാവും. അവസാനത്തെ അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. 1 വർഷം കഴിഞ്ഞു ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട്. എന്നിട്ടും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നില്ല.
അനശ്വര രാജൻ, ബാലു വർഗീസ്, ജഗദീഷ്, അൽതാഫ് സലീം എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പുണ്യാളൻ എന്ന ഒരു സാധാരണ യുവാവിന്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.